ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വെക്കേഷനൊക്കെ ആയിട്ട് എവിടെയെങ്കിലും എൻജോയ് ചെയ്യണമെന്ന് മൂഡുണ്ടോ? എന്നാൽ ഞാനൊരു പറ്റിയ സ്ഥലം പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കോഴിക്കോട് ബീച്ചിൽ പോയിക്കോളൂ. അവിടെ ഇതുപോലത്തെ കുറേ റൈഡ്സും ഒക്കെ ഉണ്ട്. ഞാനും രാംചിത്തും ദേവുട്ടിയൊക്കെ ഈ റൈഡിലൊക്കെ പോയിക്ക്. നല്ല രസമായിരുന്നു ഗൈസ്. നല്ലൊരു കുഴപ്പമുണ്ടായിരുന്നു. സ്പീഡ് ഭയങ്കര സ്ലോ ആയിരുന്നു. ഞാൻ ഇതിൻ്റെക്കാട്ടും സ്പീഡിൽ പോയിക്ക്. അതുകൊണ്ട് എനിക്ക് സ്ലോ ആയിട്ടാണ് തോന്നിയത്. പിന്നെ സ്പീഡിൽ പോകുമ്പോൾ ഒരു പ്രത്യേക രസമാണല്ലോ. അതുമാത്രമല്ല കേട്ടോ, നമുക്ക് ഈ കടൽ ബോട്ടിങ്ങിലൊക്കെ പോവാം. ഞാൻ, അച്ഛൻ, അമ്മ, ദേവുട്ടി, രാംചിത്ത്, അമ്മച്ചൻ എല്ലാവരും ഈ സ്പീഡ് ബോട്ടിൽ പോയി. സ്പീഡ് ബോട്ട് ദൂരെ നിന്ന് കാണുമ്പോൾ ഒക്കെ പേടിയായി തോന്നും, പക്ഷെ അത് നല്ല രസമാണ്. സൈഡിലിരിക്കുന്ന ആളെ വായിൽ ഉപ്പ് വെള്ളം തെറിച്ചെന്ന് വരാം, അതിൽ തെറിയേനു എൻ്റെ അമ്മ. നല്ല രസമായിരുന്നു. എന്നാൽ ഒരാൾക്ക് 250 റുപ്പീസാട്ടോ. സ്പീഡ് ബോട്ട് 2-3 കിലോമീറ്റർ കടലിലേക്ക് പോകൂ, എന്നിട്ട് തിരിച്ചു വരൂ. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഈ ബോട്ടിൽ സഞ്ചരിക്കുന്ന എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇടണം എന്നാ. തിരിച്ച് വന്ന് ഞാൻ ആകാശത്ത് നോക്കിയതായിരുന്നു. അപ്പം ഉണ്ടൊരു കാഴ്ച. നിങ്ങൾക്ക് ഗസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് പാരഷൂട്ടാണ് ഗൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഇത് പബ്ലിക്കിന് അലൗഡ് അല്ല. ഇത് വെറും ട്രയലാണ്. പക്ഷേ നിങ്ങളൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ ഇത് അവൈലബിൾ ആയിരിക്കും. എനിക്കറിഞ്ഞൂടാ. എൻ്റെ അമ്മയ്ക്ക് ഇതിൽ കയറണം എന്നുണ്ട്, ഞങ്ങൾക്കൊന്നുമില്ല കേട്ടോ. അമ്മച്ചൻ അത് നോക്കി നിൽക്കുകയായിരുന്നു. അച്ഛന് കയറാൻ ആഗ്രഹമുണ്ടാകാം, പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അമ്മയ്ക്ക് മാത്രമേ ഇതിൽ കയറാൻ ആഗ്രഹമുള്ളൂ. ഞങ്ങൾക്കൊന്നും ആഗ്രഹമില്ല. ദേവുട്ടീൻ്റെ മുകളിലത്തെ മറ്റേ പാരഷൂട്ടില്ലേ, അതിൻ്റെ കളർ കണ്ട് റെയിൻബോ എന്ന് പറഞ്ഞ് നിൽക്കുകയായിരുന്നു. അടുത്ത കാഴ്ച ഇതാ, ഒരു ഒട്ടകം. ഇതിൻ്റെ മുകളിൽ ഞാനും ദേവുട്ടി കയറി. ആദ്യം ഓളായിരുന്നു പറഞ്ഞത് നമുക്ക് കയറിയാലോ എന്ന്. എന്നിട്ട് ഞാനും കൂടെ പോയതാ. ഒറ്റയ്ക്ക് പോകാൻ പറ്റൂലല്ലോ. ഒരാൾക്ക് 100 രൂപയാട്ടോ ക്യാമൽ റൈഡിങ്ങിന്. അതുമാത്രമല്ല, ഓള് ഈ ക്യാമൽ കയറുന്ന ഒരു സെക്കൻഡ് മുമ്പ് ഞാനില്ല പറഞ്ഞ് നിൽക്കുകയായിരുന്നു. എന്നാൽ ഞാനും ഓളെ എങ്ങനെയൊക്കെയോ പറഞ്ഞിട്ട് കയറ്റിപ്പിച്ചതാ. എന്നാൽ ഞാനും കയറി. നല്ല രസമായിരുന്നു. എന്നാൽ ഭയങ്കര കുലുക്കാട്ടോ ഈ ഒട്ടകത്തിൻ്റെ മുകളിൽ. കുട്ടിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ കുലുക്കത്തിൽ ഓള മുടിയോ എൻ്റെ മുടിയോ ഒക്കെ എൻ്റെ വായിൻ്റെ അകത്തായിരുന്നു. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു. ഓളെ പേടി കുറച്ച് കുറഞ്ഞെന്നാണ് തോന്നുന്നത് അവസാനം. ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഈ ഒട്ടകല്ലേ, അതിൻ്റെ തലയൊന്നിങ്ങനെ താലോടീനു. ഇപ്പം കാണാം, കണ്ടോ? അപ്പം അത് കണ്ട് ഞാൻ വിചാരിച്ച ഒട്ടകൊന്നും ചെയ്യില്ല വിചാരിച്ച് ഞാനും തൊട്ട്. ഒട്ടക വല്ലതും അറിയണ്ടോയെന്ന് ആർക്കറിയാം. ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഇത്. നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ ഇതെന്താണെന്ന്? ഇതൊരു മത്സ്യകന്യകയാണ്. ഒരാൾ ഇത് മണ്ണിൽ ഉണ്ടാക്കിയേനു. പിന്നെ ഒരു ജാറിൽ ആൾക്കാർക്ക് പൈസ ഇടണ്ടിട്ട് വെച്ചു. നല്ല മനോഹരമായിട്ടില്ലേ ഇത് കാണാൻ? ഈ മത്സ്യകന്യക ഒരു മനുഷ്യനെ രക്ഷിക്കുക ഒരു കുഴിയിൽ നിന്ന് എന്നാണ് എൻ്റെ ഒരു ഭാവന. മനുഷ്യനാണെന്ന് തോന്നുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം അവരുടെ കല ആസ്വദിച്ച് നിന്നു. പിന്നെ ആ കാഴ്ച ആസ്വദിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു കടയിൽ പോയി ഐസർദിയും ഉപ്പിലിട്ടതും പിന്നെ അതുപോലത്തെ കുറേ സാധനങ്ങൾ കഴിച്ചു. പിന്നീട് ഞങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടു. രാംചന്ദ് പറഞ്ഞു അവന് ഇതിൽ കയറണം എന്ന്. ഇത് ശരിക്കും വെർച്വൽ റിയാലിറ്റി ആട്ടോ. ഇതിൽ നമുക്ക് ഗോസ്റ്റ്, ഡ്രാഗൺ അങ്ങനെ കുറേ സാധനങ്ങൾ ചൂസ് ചെയ്യാം. അതിലൊന്ന് രാംചന്ദ് ചൂസ് ചെയ്തത്, അതായിരുന്നു ഡൈനോസോർ. അതിൻ്റെ എന്തോ ഒരു വീഡിയോ പോലെ എന്തോ ആണ് കാണുന്നവന്. ഈ ബോക്സില്ലേ, അത് കുലുക്കുമ്പോൾ ശരിക്കും ഒക്കെ ഒരു എഫക്റ്റ് വരുന്ന പോലെ ഉണ്ടാകും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ ഇങ്ങനെ തുറന്ന് നോക്കൂ, കയ്യിൽ എന്തൊക്കെയോ പിടിക്കാൻ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവന് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോദിക്കുമ്പോൾ അവന് പറഞ്ഞത് അവനെ ഡൈനോസോറിനെ തൊട് വെച്ചായിരുന്നു എന്നാണ്. ഞാനാണെങ്കിൽ ആ കണ്ണട പോലത്തെ സാധനത്തിൻ്റെ ഉള്ളിലൂടെ നോക്കാൻ ശ്രമിക്കുകയായിരുന്നു കേട്ടോ, അവനെന്താണ് കാണുന്നതെന്നറിയാൻ. പിന്നെ ഇത് 2 ബീച്ചിലെ മറ്റ് 2 റൈഡുകളാണ് കേട്ടോ. ഇതെല്ലാം ചുറ്റിക്കറങ്ങിയൊരു സിനിമയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ കണ്ട സിനിമേൻ്റെ പേര് മോഹിനിയാട്ടം എന്നാണ്. അടിപൊളി മൂവിയാണ്. എന്നാൽ ശരി, ബായ്.